ജനാധിപത്യ വിശ്വാസികൾ. മോദി അധികാരത്തിൽ തിരിച്ചെത്തിയാൽ ഭരണഘടന അപകടത്തിലാകും എന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രതികരണം എല്ലാ മാധ്യമങ്ങളും നിങ്ങൾ വായിച്ചു കാണുമെന്ന് കരുതുന്നു. അദ്ദേഹം പറഞ്ഞത്, അതായത് ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞത്, എംപിമാരും MLAമാരും ഭരണഘടനയോട് കൂറും വിശ്വാസവും നിലനിർത്തുമെന്നും പ്രതിജ്ഞ എടുത്തവരാണ് എന്നാണല്ലോ. എന്നാൽ ഭരണഘടനയിൽ മാറ്റം വരുത്താനും കൂട്ടിച്ചേർക്കാനുമുള്ള അധികാരം MPമാരുടെ കൂട്ടായ്മയായ പാർലമെൻറ്റിന് ഉണ്ട് എന്ന വിവരം പോലും അറിയാത്ത ഒരു ഇലക്ഷൻ കമ്മീഷണറാണ് നമുക്കുള്ളതെന്ന് ഓർക്കുമ്പോൾ നാടിന് നാണക്കേടുണ്ടാക്കുന്നു. പല ഘട്ടങ്ങളിലായി ഭരണഘടനയിൽ ചില ഭാഗം മാറ്റിയിട്ടുണ്ട്, കൂട്ടിച്ചേർത്തിട്ടുമുണ്ട്. താൻ ദൈവമാണെന്ന് ദൈവത്തിൻ്റെ അവതാരമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന മോദി പറയുന്നത് മാത്രമാണ് സഭ്യമായത്. മറ്റുള്ളവർ പറയുന്നത് ഇലക്ഷൻ നിയമത്തിനെതിരാണ് എന്ന് വിശ്വസിക്കുന്ന ഇലക്ഷൻ കമ്മീഷണറുടെ അറിവ് ഒഴുകുന്ന വെള്ളം പോലെയാണ്. വെള്ളത്തിൽ കൂടി ഒഴുകി വരുന്ന മാലിന്യങ്ങൾ അതുപോലെ ഒഴുകി ഇല്ലാതായിപ്പോകും. അത് സ്ഥിരതയില്ല. ഇത്രയും വിദഗ്ധനായ ഒരു ഇലക്ഷൻ കമ്മീഷണർ ജനാധിപത്യത്തിനും ജനങ്ങളുടെ അവകാശങ്ങൾക്കും ഭീഷണിയാണ്. കാരണം ചിലർ പറയുന്നത് വർഗീയതയാണെങ്കിലും വിദ്വേഷപരമാണെങ്കിലും അത് തെറ്റില്ല. മറ്റു ചിലർ എന്തു പറഞ്ഞാലും അത് ഇലക്ഷൻ നിയമത്തിന് എതിരാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇത്രയും വിദഗ്ധനായ ഒരാളെ തൽസ്ഥാനത്തിരിക്കാൻ അനുവദിക്കരുത്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, ഇന്ത്യയിലെ പൗരൻ എന്ന നിലയിൽ അഭിപ്രായമാണ് പറഞ്ഞത്. നന്ദി.